ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മധ്യപ്രദേശ് സംസ്ഥാനം ഗ്വാളിയർ നഗരത്തിൽ നടന്ന ഒരു കേസിനെ കുറിച്ചാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം പൂജ എന്നൊരു പെൺകുട്ടി. അവൾ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി. പൂജയുടെ അച്ഛൻ റെയിൽവേയിൽ ജോലി നോക്കുന്നു. അമ്മ ഒരു അധ്യാപികയാണ്. സഹോദരി നല്ല വിദ്യാഭ്യാസമുള്ളവർ, സാമ്പത്തികമായി ഉറപ്പുള്ളതും സമൂഹത്തിൽ നല്ല പേരുള്ളതുമായ ഒരു കുടുംബം. അത്തരമൊരു ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് പൂജ വളർന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം പൂജ കോളേജിൽ ചേരുന്നു. അവൾക്കപ്പോൾ ഏകദേശം 18-19 വയസ്സ്. ആ സമയത്ത് പൂജ അതീവ സുന്ദരിയായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഇവൾ സിനിമയിലേക്ക് പോയാൽ മറ്റുള്ള നടിമാർക്ക് മാർക്കറ്റ് ഉണ്ടാകില്ല എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. ഇത്തരം പ്രശംസകൾ പൂജയുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടാക്കി. ഞാൻ വളരെ സുന്ദരിയാണ് എന്ന ചിന്ത. പക്ഷെ അതുപോലെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പല പുരുഷന്മാരും അവളെ പിന്തുടരാൻ തുടങ്ങി, പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് തന്നെ ഒരു പ്രതീക്ഷയുണ്ടായി. താൻ ഇവരിൽ ആരെയെങ്കിലും ഒരിക്കൽ പ്രണയിക്കുമോ, വിവാഹം കഴിക്കുമോ എന്നൊരു ചിന്ത. അങ്ങനെ ഇരിക്കെ പൂജ രമേശ് എന്ന ഒരാളെ പരിചയപ്പെടുന്നു. രമേശ് പൂജയുടെ അച്ഛനെ പോലെ തന്നെ റെയിൽവേയിൽ ജോലി നോക്കുന്ന ഒരാളാണ്. യാദൃശികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു തുടക്കം. പിന്നീട് ആ സൗഹൃദം വളർന്നു. ആ സൗഹൃദം പ്രണയമായി മാറി. പൂജയുടെ കാഴ്ചപ്പാടിൽ രമേശ് നല്ല ജോലി ചെയ്യുന്ന, നല്ല കുടുംബത്തിൽ നിന്നുള്ള, അതേ സമൂഹത്തിൽപ്പെട്ട ഒരാൾ. വിവാഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കുറച്ച് വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും അവരുടെ കുടുംബങ്ങളെ കാര്യങ്ങൾ അറിയിച്ചു. രണ്ടു കുടുംബത്തിന്റെയും സമ്മതത്തോടെ 2014 പൂജയും രമേശും വിവാഹിതരായി. വിവാഹത്തിന് ശേഷം തുടക്കത്തിലെ ദിവസങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു. ഈ പൊതുവെ പറയുന്നത് പോലെ ആദ്യ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയുള്ളൂ. ആ സമയത്താണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രമേശിന് പൂജയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നതിലുപരി അവൾ വളരെ ആഡംബര ജീവിതശൈലി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ രമേശ് വളരെ കണക്ക് കൂട്ടി ജീവിക്കുന്ന ഒരാളായിരുന്നു. ജോലി, വീട്, അത്രമാത്രം. അനാവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കുന്ന സ്വഭാവം. പക്ഷെ പൂജയ്ക്ക് എപ്പോഴും പുറത്തേക്ക് പോകണം, സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കണം, കൂടുതൽ പണം ചിലവാക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. രമേശ് 100 സമ്പാദിച്ചാൽ പൂജ 200 ചിലവാക്കുന്ന ഒരവസ്ഥ. ആദ്യ സമയത്തൊക്കെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി രമേശ് അതെല്ലാം സഹിച്ചു. പക്ഷേ അതിനും ഒരു പരിധിയുണ്ടല്ലോ. പതിയെ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പൂജ പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ എനിക്ക് എത്ര സൗകര്യങ്ങൾ നൽകിയാണ് വളർത്തിയത്, എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നീ എന്തിനാണ് എന്നെ അടിമയെ പോലെ കാണുന്നത് എന്ന്. പക്ഷേ രമേശ് അവളെ അടിമയെ പോലെ കണ്ടിരുന്നില്ല. അവൻ ഒരു സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പൂജയുടെ പ്രതീക്ഷകൾ അതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. ഇരു സ്വഭാവങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ വന്നപ്പോൾ അത് പതിയെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കുകളിലേക്ക് മാറി. പൂജ രമേശിനോട് കടുത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അപ്പോ അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, രമേശ് എന്തിനാണ് ഇതെല്ലാം സഹിച്ചത്? വഴക്കുണ്ടായാൽ ദാമ്പത്യ ബന്ധം കൂടുതൽ തകരും എന്നവൻ കരുതി, ഭയന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരരുത് എന്ന് ചിന്തിച്ച് അവൻ എല്ലാം സഹിച്ച് മൗനം പാലിക്കുകയായിരുന്നു. ഒരു വശത്ത് പൂജ കഠിനമായി വഴക്കിടുന്നു, വിളിച്ചു കൂവുന്നു. മറുവശത്ത് രമേശ് പൂർണ്ണമായും മൗനം. സാധാരണയായി 2 പേർ വഴക്കിടുമ്പോൾ ഒരാൾ ശബ്ദം ഉയർത്തുകയും മറ്റൊരാൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്താൽ ഈ ശബ്ദം ഉയർത്തുന്ന ആളിന് കൂടുതൽ ദേഷ്യം വരും. ഞാൻ ഇത്രയൊക്കെ കയറി പറയുമ്പോൾ നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചിന്ത. പൂജയ്ക്കും അതേ വികാരമാണ്. ഇത്രയൊക്കെ ഞാൻ വഴക്കിടുന്നു, നീ എന്തിനു മിണ്ടാതിരിക്കുന്നു, എതിർത്ത് സംസാരിക്കാമല്ലോ. ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ രമേശ് മൗനം പാലിച്ചു. വഴക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിരുന്നു അയാളുടെ ശ്രമം. ഇങ്ങനെ ദിവസം തോറും വഴക്കുകൾ തുടർന്നുകൊണ്ടേ പോയി. ഒരു ഇടവേളയ്ക്ക് ശേഷം പൂജ ഒരു തീരുമാനത്തിലെത്തി. ഈ മനുഷ്യൻ എനിക്ക് ചേരുന്നവനല്ല, ഇനി ഈ ജീവിതം എനിക്ക് തുടരാനാകില്ല. അവൾ വിവാഹമോചനം വേണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവിടെ അവൾക്കൊരു വലിയ തടസ്സം ഉണ്ടായിരുന്നു. ഇരുവരുടെയും കുടുംബം ഓർത്തഡോക്സ് ചിന്താഗതി ഉള്ളവരായിരുന്നു. പൂജയുടെ മാതാപിതാക്കൾ ഈ വിവാഹമോചനത്തിന് ഒരിക്കലും സമ്മതിച്ചില്ല. പുതിയ വിവാഹമല്ലേ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, സമയം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, ഇതായിരുന്നു അവരുടെ ഉപദേശം. പക്ഷെ പൂജയ്ക്ക് ആ ജീവിതം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കുടുംബത്തിലെ ആരും തന്നെ ഇവരുടെ വിവാഹമോചനത്തിന് സമ്മതം അറിയിച്ചതുമില്ല. അപ്പോഴാണ് അവൾ അതിർത്തി കടക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നത്. നീ ജീവനോടെ ഉള്ളിടത്തോളം എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല, നീ ഇല്ലാതായാൽ എനിക്ക് സമാധാനം ലഭിക്കും. അതെ, താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവായ രമേശിനെ അവൾ കൊല്ലാൻ തീരുമാനിച്ചു. അവൾ ഒരു ഹിറ്റ്മാനെ കണ്ടെത്തി, പണം നൽകി. എന്റെ ഭർത്താവിനെ കൊല്ലണമെന്നും പറഞ്ഞു. ഹിറ്റ്മാൻ തോക്കുമായി രമേശിന്റെ അടുത്തെത്തി.
വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അയാളെ വെടിവെച്ചു. പക്ഷെ അപ്പോഴും ഭാഗ്യം രമേശിനൊപ്പം ഉണ്ടായിരുന്നു. വെടിയുണ്ട ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ഒന്നും ബാധിച്ചില്ല. നിരവധി ശസ്ത്രക്രിയകൾക്കും വലിയ പോരാട്ടങ്ങൾക്കും ശേഷം രമേശിന്റെ ജീവൻ തിരികെ ലഭിച്ചു. അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോ രമേശിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വ്യക്തമായി. അവസാനം ആക്രമണം നടത്തിയ ആളെ പോലീസ് കണ്ടെത്തി. ചോദ്യം ചെയ്തപ്പോൾ എന്നെ ഇത് ചെയ്യാൻ പറഞ്ഞത് പൂജയാണെന്ന് അവൻ മൊഴി നൽകി. പൂജ നിഷേധിച്ചെങ്കിലും ഫോൺ കോൾ രേഖകൾ, ഹിറ്റ്മാനിലേക്ക് അയച്ച പണം, ഇങ്ങനെ എല്ലാ തെളിവുകളും പോലീസ് കണ്ടെത്തി. അവസാനം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പൂജ കുറ്റക്കാരിയാണെന്നും തെളിഞ്ഞു. അവൾക്ക് ജയിൽ ശിക്ഷയും ലഭിച്ചു. ഇതിനുശേഷം രമേശ് പറഞ്ഞു, ഇത്തരമൊരു സ്ത്രീയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ ഇതിനെ നിയമപരമായ കാരണമായി ഉപയോഗിച്ച് വിവാഹമോചനം നേടി. അവളുടെ ജീവിതത്തിൽ നിന്നും അയാൾ പൂർണ്ണമായും പിന്മാറി. പൂജ അനേകം വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ പരോളിൽ പുറത്തിറങ്ങിയപ്പോൾ അവളുടെ ജീവിതം പൂർണ്ണമായും മാറിയിരുന്നു. അച്ഛനും അമ്മയും ഇതിനകം മരിച്ചു. ഒരേ ഒരു സഹോദരി മാത്രം. അവൾക്ക് വിവാഹം കഴിഞ്ഞു. പക്ഷെ അവളുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ആ ഒരു അവസ്ഥ. ഇനി പോകാൻ മറ്റൊരിടവും ഇല്ല. വേറെ വഴിയില്ലാത്തതിനാൽ പൂജ സഹോദരിയുടെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടെ താമസം ഉറപ്പിച്ചെങ്കിലും അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പൂജയ്ക്ക് സ്ഥിരമായ ഒരു വരുമാനമില്ലായിരുന്നു. ഇതോടൊപ്പം മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. പൂജ പരോളിൽ പുറത്തിറങ്ങിയ തടവുകാരിയായിരുന്നു. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനാൽ അവൾക്ക് സ്ഥിരമായി കോടതിയിൽ ഹാജരാകാനും പോലീസ് സ്റ്റേഷനിലേക്ക് സൈൻ ചെയ്യാനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗ്വാളിയർ സ്റ്റേഷനിലേക്കുള്ള സ്ഥിരം യാത്രക്കിടെയാണ് അവൾ കല്യാൺ സിംഗ് എന്ന ഒരാളെ പരിചയപ്പെടുന്നത്. കല്യാൺ സിംഗും ഒരു കുറ്റവാളിയാണ്. അവന്റെ പേരിൽ കവർച്ച, മോഷണം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി, ഇങ്ങനെ നിരവധി കേസുകളുണ്ട്. അവനും പതിവായി കോടതിയിൽ എത്തേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ കോടതിയിലെ പരിചയം ഒരു സൗഹൃദമായി മാറി. പിന്നീട് അത് പ്രണയമായി വളർന്നു. അവർ ചിന്തിച്ചത് അവരുടെ ആദ്യ ജീവിതം നശിച്ചു. ഇനി നമുക്കൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കാം. പക്ഷേ അവിടെയും ഒരു ചെറിയ പ്രശ്നം. ഇരുവരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നു. കല്യാൺ സിംഗ് തുറന്നു തന്നെ പറഞ്ഞു, എന്റെ കുടുംബം ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. പൂജയുടെ ഭാഗത്താണെങ്കിൽ മാതാപിതാക്കളില്ല, സഹോദരി മാത്രം. എങ്കിലും കല്യാൺ സിംഗ് വിവാഹത്തിന് തയ്യാറായില്ല. ഈ സമയത്ത് അവർ മറ്റൊരു തീരുമാനത്തിലെത്തി. വിവാഹം വേണ്ട, നമുക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കാം. ഗ്വാളിയാറിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു. അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ആ ജീവിതം സന്തോഷകരമായിരുന്നു. ഇങ്ങനെ പോകുമ്പോഴായിരുന്നു കല്യാൺ സിംഗിന് ഒരു ചെറിയൊരു മനസാക്ഷി കുത്ത്. അവന്റെ കേസുകൾ ചെറുതാണ്, ഉടൻ തന്നെ തീരും. പക്ഷെ പൂജയുടെ കേസ് ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്. അതിനവൾക്ക് വീണ്ടും വർഷങ്ങളോളം ജയിലിൽ പോകേണ്ടി വരാം. ഇപ്പൊ കല്യാൺ സിംഗ് ഒരു നീക്കം നടത്തി. അവൻ നേരെ ചെന്ന് പൂജയുടെ മുൻ ഭർത്താവായ രമേശിനെ കണ്ടു. നിന്റെ ഭാര്യയ്ക്കെതിരായ പരാതി നീ പിൻവലിക്കണം. നിനക്ക് ഞാനൊരു വലിയ തുക നൽകാം. ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണം എന്നും പറഞ്ഞു. രമേശിനാണെങ്കിൽ അതിൽ എതിർപ്പൊന്നുമില്ല. അവൾ ജയിലിൽ പോയാലും ഇല്ലെങ്കിലും ഇവിടെ പണം കിട്ടുന്നുണ്ടല്ലോ, എനിക്കത് മതി. അങ്ങനെ ഒരു വലിയ തുക കിട്ടിയപ്പോൾ അയാൾ ആ കേസ് പിൻവലിച്ചു. ഇപ്പോൾ ഈ ഇരുവരുടെയും പേരിലുള്ള കേസുകൾ തീർന്നു. കല്യാൺ സിംഗും പൂജയും ഏകദേശം 6 വർഷത്തോളം ഗ്വാളിയാറിൽ അവരുടെ വാടക വീട്ടിൽ സന്തോഷമായി തന്നെ ജീവിച്ചു. അതിനിടെയാണ് പൂജയുടെ ജീവിതത്തിൽ വീണ്ടും ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. ഒരു ദിവസം കല്യാൺ സിംഗ് ബൈക്കിൽ പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചു. അപകടത്തിൽ കല്യാൺ സിംഗ് മരണപ്പെട്ടു. ഇതോടെ പൂജയുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ഏകാന്തത മാത്രം ശേഷിച്ചു. ആദ്യ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞു, ജയിലിൽ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥ. സാമ്പത്തികമായി പിന്തുണയ്ക്കാനാണെങ്കിൽ ആരും തന്നെയില്ല. സഹോദരി മാത്രമാണ് ഉള്ളത്. അവളും വലിയ ബുദ്ധിമുട്ടിലാണ്. മറ്റു വഴിയില്ലാതെ പൂജ വീണ്ടും സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത്. ചില സോഴ്സസിൽ സഹോദരിയുടെ പേര് കമല എന്നും മറ്റു ചിലതിൽ കാമിനി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അവളെ കാമിനി എന്ന് വിളിക്കാം. ഇപ്പോ പൂജ സഹോദരി കാമിനിയുടെയും അവളുടെ ഭർത്താവ് അങ്കിതിന്റെയും കൂടെ ഗ്വാളിയാറിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ഇതൊരു ക്രൈം സ്റ്റോറിയാണോ അല്ലെങ്കിൽ ഒരു കുടുംബ ട്രാജഡി ആണോ എന്ന്. പൂജയുടെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും ഊഹിക്കാനാകാത്തതാണ്. ഈ കേസ് കാണുമ്പോൾ ഇത് ശരിക്കും നടന്ന സംഭവമാണോ എന്നൊരു സംശയം പോലും നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിലെ എല്ലാ വിവരങ്ങളും ഇത്ര വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നും പരിശോധിച്ച് പറയുന്നത്. ഇതെല്ലാം തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അടുത്ത പൂജയുടെ ജീവിതത്തിൽ അങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പൂജയുടെ രണ്ടാമത്തെ പങ്കാളിയും മരണപ്പെട്ടിരുന്നു. വേറെ വഴിയില്ലാതെ അവൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ എത്ര നാൾ? ആ കുടുംബം ഇതിനകം ബുദ്ധിമുട്ടിലല്ലേ?
അപ്പോഴാണ് പൂജയുടെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ വരുന്നത്. ആദ്യ ഭർത്താവായ രമേശിനെ സമീപിക്കാനാകില്ല, കാരണം അവനെ കൊല്ലാൻ അവൾ ശ്രമിച്ചിരുന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യാം? രണ്ടാം ഭർത്താവായ കല്യാൺ സിംഗിന്റെ മരണത്തിന് ശേഷം അവന്റെ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന ചിന്ത ഉയർന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവന്റെ ആ കുടുംബം സാധാരണയായി സാമ്പത്തികമായി സുഖകരമായ ഒരു നിലയിലാണ്. ആ കുടുംബത്തെ സമീപിച്ച് സഹായം ചോദിക്കാം എന്നൊരു ആശയം തോന്നിയെങ്കിലും പിന്നീട് അതിലൊരു സംശയം ഉയർന്നു. അത് ശരിയാണോ, ശരിയാകുമോ എന്ന്. എങ്കിലും ഈ കല്യാൺ സിംഗിന്റെ കുടുംബത്തെക്കുറിച്ച് അവൾ അന്വേഷിച്ചു. അവർ ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന സ്ഥലത്താണ് താമസം. ഗ്വാളിയറിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ. കല്യാൺ സിംഗിന്റെ അച്ഛൻ അജയ്, അമ്മ സുശീല. ഈ പ്രായമായ ദമ്പതികളെ സമീപിച്ച് പൂജ പറഞ്ഞത് ഇതായിരുന്നു: ഞാൻ നിങ്ങളുടെ മകനെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും 6 വർഷം ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. അവനെ നഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതുപോലെയാണ്. എനിക്കിനി ഈ ലോകത്ത് ആരുമില്ല, അച്ഛനും അമ്മയും ഇല്ല, സഹോദരി ഒഴികെ. ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടവളാണ്. നിങ്ങൾ ഒഴികെ എനിക്ക് മറ്റാരുമില്ല. ഇത് കേട്ടപ്പോൾ ആ പ്രായമായ ദമ്പതികൾക്ക് അവളോടൊരു കരുണ തോന്നി. എങ്ങനെ നോക്കിയാലും അവർക്ക് അവൾ ഒരു മരുമകളെ പോലെയാണ്. പക്ഷെ സുശീല എന്ന ഈ അമ്മയ്ക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു: ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണോ എന്ന്. ഈ സമയം അച്ഛനായ അജയ് പറഞ്ഞു: അവൾ നമ്മുടെ മരുമകളാണ്, നമ്മൾ അവളെ ചേർത്ത് പിടിക്കണം, നമ്മൾ അവളെ സംരക്ഷിക്കണം. ഇതിനുശേഷം അച്ഛനായ അജയ് പൂജയോട് പറഞ്ഞു: എന്റെ മകൻ ഇപ്പോൾ ജീവനോടില്ല, നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. പക്ഷേ ഒരു നിബന്ധന മാത്രം: നീ ഇനി സഹോദരിയുടെ വീട്ടിൽ താമസിക്കരുത്, ഈ വീട്ടിലേക്ക് ഝാൻസിലേക്ക് ഒന്ന് താമസിക്കണം. അത് തന്നെയായിരുന്നു പൂജയുടെ ആവശ്യവും. സഹോദരിയുടെ വീട്ടിൽ എത്ര ദിവസം താമസിക്കാനാകും? അങ്ങനെ പൂജ കല്യാൺ സിംഗിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ അച്ഛനായ അജയ്, അമ്മയായ സുശീല, കല്യാൺ സിംഗിന്റെ മൂത്ത സഹോദരൻ സന്തോഷ് ഇതിനകം വിവാഹിതനാണ്, ഭാര്യയുടെ പേര് റാണി, അവർക്കൊരു കുട്ടിയുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുകയാണ്. അവസാനം പൂജയും ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാകുന്നു. സാധാരണ വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു രീതി. പക്ഷെ ഇവിടെ അവൾ 6 വർഷം ഒരാളോടൊപ്പം ജീവിച്ച ശേഷം ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷമാണ് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകുന്നത്. അത് അവൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നുവോ അതുപോലെ തന്നെ ആ കുടുംബത്തിനും അവളെ സ്വീകരിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും പൂജ ഇതാണ് എന്റെ വീട് എന്ന് മനസ്സിലാക്കി ആ കുടുംബവുമായി ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. വീട്ടിലെ മറ്റൊരു മരുമകളായ റാണിയോടൊപ്പം ചേർന്ന് വീട്ടു പണികളെല്ലാം ചെയ്തു. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറി. കുറച്ചു കാലം കൊണ്ട് തന്നെ ആ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും നല്ലൊരു പേരവൾ നേടി. ഒരു ദിവസം അവൾ പറഞ്ഞു: നിങ്ങളുടെ മകനെ വിവാഹം ചെയ്തപ്പോൾ എൻ്റെ കോളേജ് പഠനം പകുതിയിൽ ഞാൻ അവസാനിപ്പിച്ചു. എനിക്ക് വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്, ദയവായി അനുവദിക്കണമെന്നും ചോദിച്ചു. അവർ അതിന് സന്തോഷത്തോടെ സമ്മതിച്ചു. പൂജ വീണ്ടും കോളേജിൽ ചേർന്നു. പക്ഷെ അതിനിടെയാണ് ഈ COVID-19 മഹാമാരി വന്നത്. പിന്നെ പഠനം വീണ്ടും തുടരാനായില്ല. ഈ ഒരു ഘട്ടം വരെയും അച്ഛനും അമ്മയും അവളെ സ്വന്തം മകളെ പോലെ തന്നെ പരിചരിച്ചു. മകൻ ഇല്ലെങ്കിലും നമ്മുടെ മരുമകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവൾ നല്ല പെൺകുട്ടിയാണ്. അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നമ്മളെടുത്ത ഒരു നല്ല തീരുമാനമാണ് എന്നാണ് വിശ്വസിച്ചത്. അവളുടെ ആ വീട്ടിലേക്കുള്ള പ്രവേശനം എത്ര വലിയ അപകടത്തിന്റെ ഒരു തുടക്കമാണെന്നുള്ളത് അടുത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ വളരെ ക്രൂരമായി തന്നെ ബോധ്യപ്പെടുത്തും. ആ വീട്ടിൽ ഒരു നല്ല മരുമകളായി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂജയ്ക്കും കല്യാൺ സിംഗിന്റെ സഹോദരനായ സന്തോഷിനും ഇടയിൽ ഒരടുപ്പം രൂപപ്പെട്ടു. തീയും പഞ്ഞിയും അടുത്ത് വെച്ചാൽ എങ്ങനെയാണോ അത് കത്തി നശിക്കുക, അതുപോലെ തന്നെ ഒരു വീട്ടിൽ താമസിച്ചതിന്റെ ആ ഒരു അവസരം സന്തോഷ് പ്രയോജനപ്പെടുത്തി. പൂജയുടെ ഏകാന്തത അവൻ തനിക്ക് അനുകൂലമാക്കി മാറ്റി. ഇരുവരുടെയും ഇടയിൽ ഒരു ശാരീരിക ബന്ധമുണ്ടായി. അതിന്റെ ഫലമായി പൂജ ഗർഭിണിയാകുന്നു, സ്വന്തം ഭർത്താവിന്റെ സഹോദരനിലൂടെ. ഈ ഒരു വാർത്ത സന്തോഷിന്റെ ഭാര്യയായ റാണിക്ക് ഒരു വലിയ ദുരന്തമായി തന്നെ മാറി. വീട്ടിൽ വലിയൊരു കലഹം. റാണി തുറന്നു തന്നെ പറഞ്ഞു: ഈ ഗർഭം അവസാനിപ്പിക്കണം, ഈ സ്ത്രീയെ വീട്ടിൽ നിന്നും പുറത്താക്കണം. പക്ഷെ സന്തോഷിന് ഇപ്പൊ സ്വന്തം ഭാര്യയെയോ കുഞ്ഞിനെയോ ഒരു പരിഗണനയും ഇല്ല. അവൻ പൂജയിൽ ഒരു ആസക്തനായി മാറിയിരിക്കുന്നു. പൂജ ഈ വീട്ടിൽ തന്നെ തുടരണം, ഈ കുഞ്ഞ് ജനിക്കണം, ഇതെന്റെ കുഞ്ഞാണ്. ഇങ്ങനെ അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അവസാനം റാണി നീതി തേടി അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും അടുത്തേക്ക് എത്തി. അവർ പറഞ്ഞത്: എങ്ങനെ നോക്കിയാലും പൂജ നമ്മുടെ മരുമകളല്ലേ, ഒരു തെറ്റ് സംഭവിച്ചു. പക്ഷേ ഇതോടെ ഈ കഥ വലിയൊരു ഭീകരമായ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ എന്നാണ് ഈ അച്ഛനും അമ്മയും പറഞ്ഞത്. ഇതോടെ റാണിക്ക് മറ്റു വഴിയില്ല. ആരും അവൾക്കൊപ്പം നിൽക്കാനും തയ്യാറല്ല. അതിനാൽ അവൾക്ക് പൂജ അംഗീകരിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയായി. ഇപ്പൊ സന്തോഷിന്റെ കാര്യമെടുത്താൽ അവന് 2 ഭാര്യമാരുണ്ട്. വീട്ടുകാരും അത് അംഗീകരിച്ചു.
എങ്കിലും സന്തോഷ് തന്റെ ആദ്യ ഭാര്യയായ റാണിയെ ഒട്ടും പരിഗണിക്കുന്നില്ല. അവന്റെ മുഴുവൻ ശ്രദ്ധയും പൂജയിലേക്കാണ്. പൂജയാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയുമായിരുന്നു. അവസാനം അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇപ്പോൾ ആ വീട്ടിലെ ഒരു സ്ഥിതി ഇങ്ങനെയാണ്. സന്തോഷിന് രണ്ട് ഭാര്യമാർക്കും ഓരോ പെൺകുഞ്ഞ്. വീടിനുള്ളിൽ മുഴുവൻ അശാന്തിയും കലഹവും. നാട്ടുകാർ ഇതിനെക്കുറിച്ചൊക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ സന്തോഷിന് അതൊരു പ്രശ്നമേ അല്ല. അവന് ഈ ലോകത്ത് പൂജ മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിൽ വീണ്ടും വലിയൊരു പ്രശ്നം വരുന്നു. ഈ കുടുംബത്തിന് ഏക്കറുകളോളം ഭൂമിയുണ്ട്, സ്വത്ത്. കുടുംബത്തിന്റെ തലവനായ അജയ് ഭൂമി വിഭജിച്ച് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയാണ് പൂജ തന്റെ യഥാർത്ഥ നീക്കം പുറത്തെടുക്കുന്നത്. അവൾ പറഞ്ഞു, ഞാൻ ആദ്യ വിവാഹം ചെയ്തത് നിങ്ങളുടെ മകനായ കല്യാൺ സിംഗിനെയാണ്. അവൻ ഇപ്പോൾ ജീവനോടില്ല. അതുകൊണ്ട് സ്വത്ത് 2 ഭാഗമാക്കണം. ഒരു ഭാഗം സന്തോഷിനും മറ്റൊരു ഭാഗം കല്യാൺ സിംഗിനും. എന്റെ ഭർത്താവ് മരിച്ചല്ലോ, അവന്റെ മുഴുവൻ ഓഹരിയും എനിക്ക് തന്നാൽ മതി. അവൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സന്തോഷിന് കിട്ടുന്ന ഓഹരിയും കല്യാൺ സിംഗിന് കിട്ടുന്ന ഓഹരിയും രണ്ടും അവസാനം പൂജയുടെ കൈകളിലേക്കാണ് പോകുന്നത്. അവളുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു, മുഴുവൻ സ്വത്തും സ്വന്തമാക്കുക. ഇത് കേട്ട് റാണി അമ്പരന്ന് പോയി. അവൾ പറഞ്ഞത്, സന്തോഷ് എന്റെ ഭർത്താവാണ്, ഞാനാണ് ആദ്യ ഭാര്യ, അവന് കിട്ടുന്ന ഓഹരി എനിക്കാണ് വരേണ്ടത്. പക്ഷെ പൂജയുടെ പദ്ധതിയും അവിടെ വ്യക്തമായിരുന്നു. ഒരു ഓഹരി മരിച്ച ഭർത്താവിന്റെ പേരിൽ, മറ്റൊരു ഓഹരി ഇപ്പോഴത്തെ ഭർത്താവിന്റെ പേരിൽ. ഇങ്ങനെ എല്ലാം കൈവശപ്പെടുത്തുക. ഇതോടുകൂടി ആ വീട്ടിൽ വീണ്ടും വലിയ കലഹം ആരംഭിച്ചു. ഇതിനിടെ റാണിക്ക് മറ്റൊരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നു. റാണിക്ക് അവളുടെ അമ്മ നൽകിയ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അമ്മായിയമ്മ കൈവശപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് തിരികെ ചോദിച്ചപ്പോൾ അമ്മായിയമ്മ അത് അവൾക്ക് നൽകാൻ തയ്യാറല്ല. സ്വത്ത് അവൾക്ക് വേണം, പക്ഷേ സ്വന്തം ആഭരണങ്ങൾ പോലും തിരികെ കിട്ടുന്നില്ല. റാണി ആകെ തകർന്നുപോയി. അജയ്യായ അച്ഛൻ അല്പം പിന്തുണ നൽകാൻ ശ്രമിച്ചെങ്കിലും ആ വീട്ടിലെ മുഴുവൻ നിയന്ത്രണവും അമ്മായിയമ്മയുടെ കൈകളിലായിരുന്നു. ഇതോടെ റാണി തന്റെ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ സന്തോഷ് അയാൾ സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങിയില്ല. പൂജ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മറ്റൊരു കുഞ്ഞുമുണ്ട്, അവൾ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നായിരുന്നു അവന്റെ നിലപാട്. അവസാനം അച്ഛനായ അജയ് തന്നെ റാണിയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ റാണി ചില നിബന്ധനകൾ വച്ചു. എനിക്ക് എന്റെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകണം, സന്തോഷിന്റെ ഓഹരി അത് എന്റെ പേരിൽ എഴുതണം. പക്ഷേ വീട്ടിലെ മറ്റുള്ളവർ അത് അംഗീകരിച്ചില്ല. ഇത് സാധ്യമല്ല എന്നായിരുന്നു മറുപടി. റാണിയുടെ കുടുംബവും അവൾക്ക് സപ്പോർട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മകളെ നിങ്ങൾ വഞ്ചിച്ചുവെന്നൊക്കെ. അവസാനം അജയ് നിർബന്ധിതനായി തന്റെ മരുമകളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ പൂജ ഈ സാഹചര്യം സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. സ്വത്ത് മുഴുവനും പിടിച്ചെടുക്കുക, ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്ര കാലം അമ്മായിയമ്മയെ പൂജ പിന്തുണച്ചത്. പക്ഷേ പതിയെ അമ്മായിയമ്മയുടെ മനസ്സിൽ ഒരു ഭീകരമായ സംശയം വളർന്നു. പൂജയുടെ ഒരു പഴയ ജീവിതം അവർക്ക് ഓർമ്മ വന്നു. ആദ്യ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച് ജയിലിലേക്ക് പോയ സ്ത്രീ. അങ്ങനെയാണെങ്കിൽ എന്റെ മകൻ കല്യാൺ സിംഗ് അപ്രതീക്ഷിതമായ റോഡ് അപകടത്തിൽ മരിച്ചു. അത് വെറും അപകടം ആണോ? ഇങ്ങനെ ഈയൊരു സംശയം അവർക്കൊരു ഭീതിയായി തന്നെ മാറി. ഈ സ്ത്രീ അപകടകാരിയാണ്, ഇവൾക്ക് നമ്മുടെ സ്വത്താണ് ലക്ഷ്യം. അവസാനം അവർ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും ആർക്കും കൊടുക്കില്ല. ഇവിടെ നിന്നാണ് ഈ ഒരു കഥ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായും മാറി. അമ്മായിയപ്പൻ പൂജയെ പിന്തുണയ്ക്കുന്നില്ല. അവളുടെ ഭാഗത്ത് നിന്നിരുന്നവരെല്ലാം പതിയെ ശത്രുക്കളായി മാറി. യഥാർത്ഥ പ്രശ്നം അമ്മായിയമ്മയാണ്. അവരെ ഒഴിവാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അങ്ങനെ അവൾ അതിക്രൂരമായ ഒരു തീരുമാനത്തിലെത്തി, അവരെ അങ്ങ് കൊല്ലുക. അങ്ങനെ ഒരു പൂർണ്ണ പ്ലാൻ തയ്യാറായി. ആദ്യം പൂജ നേരെ ഗ്വാളിയാറിലേക്കുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് സഹോദരിയായ കാമിനിയോടും അവളുടെ ഭർത്താവായ അങ്കിത്തിനോടും അവൾ തുറന്നു പറഞ്ഞു, എന്റെ അമ്മായിയമ്മ മരിച്ചാൽ മുഴുവൻ സ്വത്തും എനിക്ക് കിട്ടും. അതിൽ 50% നിങ്ങൾക്ക് ഞാൻ തരാം. എനിക്കൊരു സഹായം മാത്രം ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ രണ്ടുപേരും എന്റെ അമ്മായിയമ്മയെ കൊല്ലണം. ഇത് കേട്ട സഹോദരി അങ്ങ് ഞെട്ടിപ്പോയി. കൊലപാതകമോ? അതൊരിക്കലും കഴിയില്ല എന്ന്. ഇപ്പൊ പൂജ പറഞ്ഞു, അത് കോടികൾ വില വരുന്ന സ്വത്താണ്. നിങ്ങൾ ദരിദ്രരാണ്. പ്ലാൻ ഞാൻ തയ്യാറാക്കാം. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, അത്രമാത്രം. അങ്ങനെ അവരുടെ ദാരിദ്ര്യത്തെ ആയുധമാക്കി അവൾ അവരെ വശീകരിച്ചു. അവസാനം കാമിനിയും അങ്കിത്തും അവളുടെ പദ്ധതിക്ക് സമ്മതിച്ചു. ഇനി അമ്മായിയമ്മ ഒറ്റയ്ക്കാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. പദ്ധതി തുടങ്ങിയത് ജൂൺ ആദ്യ ആഴ്ചയിലായിരുന്നു. പൂജ സന്തോഷിൽ നിന്നും ജനിച്ച തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിൽ യാത്ര പറഞ്ഞുകൊണ്ട് സഹോദരിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നു. ഞാൻ കുറച്ചു ദിവസം സഹോദരിയുടെ വീട്ടിൽ താമസിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗ്വാളിയറിലേക്ക് വന്ന് അവിടെ ഒരാഴ്ച താമസിച്ചു. ആ സമയത്താണ് കുഞ്ഞിന്റെ ജന്മദിനം അടുത്തു വന്നത്. പൂജ അമ്മായിയപ്പനെ വിളിച്ചു പറഞ്ഞു, ജന്മദിനം ഇവിടെ ആഘോഷിക്കാമെന്ന്.
അങ്ങനെ അമ്മായിയപ്പനായ അജയ് ഝാൻസിയിൽ നിന്നും ഗ്വാളിയറിലേക്ക് വന്നു. 4-5 ദിവസം അവിടെ താമസിച്ചു. അടുത്ത് സന്തോഷിനെയും വിളിച്ചു. എല്ലാവരും ഇവിടെ വരണം. അവളുടെ ഉദ്ദേശം ഒരേ ഒരു കാര്യമായിരുന്നു, അമ്മായിയമ്മയെ ഝാൻസിയിൽ ഒറ്റപ്പെടുത്തുക. പൂജയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മായിയമ്മ ഒരിക്കലും ജന്മദിനത്തിന് വരില്ല. അവർക്കിടയിൽ നല്ല ബന്ധമല്ലായിരുന്നു. ഇപ്പൊ സ്ഥിതി ഇങ്ങനെയാണ്. അമ്മായിയപ്പൻ, സന്തോഷ്, കുട്ടികൾ എല്ലാവരും ഗ്വാളിയാറിൽ, സുശീല മാത്രം ഝാൻസിയിൽ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. ജന്മദിനം 2025 ജൂൺ മാസം 24-ന് വൈകുന്നേരം ആഘോഷിക്കാനാണ് പ്ലാൻ. അന്നേ ദിവസം രാവിലെ പൂജ കാമിനിയോടും അങ്കിത്തിനോടും പറഞ്ഞു, ഇപ്പൊ തന്നെ നിങ്ങൾ ഝാൻസിയിലേക്ക് പോകണം. ഏകദേശം 100 കിലോമീറ്റർ ദൂരം അവർ ബൈക്കിൽ തന്നെ യാത്ര ചെയ്തു. ഝാൻസിയിലെ ആ വീട്ടിൽ സുശീല അമ്മ ഒറ്റയ്ക്കായിരുന്നു. സുശീല ഇവരെ കണ്ടപ്പോൾ ഇവർ പൂജയുടെ സഹോദരി അല്ല എന്ന് മനസ്സിലായി. ആദ്യമായിട്ടാണ് അവർ ആ വീട്ടിലെത്തുന്നത്. സുശീല അവരെ വീടിനുള്ളിലേക്ക് കയറ്റി കാപ്പി നൽകി. കാപ്പി കുടിച്ച ശേഷം അങ്കിത് ഒരു സെഡേറ്റീവ് ഇഞ്ചക്ഷൻ എടുത്ത് സുശീലയ്ക്ക് കുത്തി. അവർ ഉടൻ തന്നെ ബോധം നഷ്ടപ്പെട്ടു വീണു. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് അവരെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. കൊലപാതകം കഴിഞ്ഞ് ഇതൊരു കവർച്ചയായി തോന്നിപ്പിക്കാൻ വീട്ടിലെ സ്വർണവും പണവും എല്ലാം എടുത്തു. തിരികെ ഗ്വാളിയാറിലെത്തി വൈകുന്നേരം ജന്മദിനം ആഘോഷിച്ചു. അതിനുശേഷം അമ്മായിയപ്പനായ അജയ് തിരികെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ വീടെല്ലാം ഇരുണ്ട് നിശബ്ദമായിരുന്നു. വാതിൽ തുറക്കുന്നില്ല. ജനാലയിലൂടെ നോക്കിയപ്പോൾ അകത്ത് അലമാരകളെല്ലാം തുറന്ന നിലയിൽ, സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ താഴെ ഭാര്യ സുശീല കിടക്കുകയാണ്. അലറി വിളിച്ച് നാട്ടുകാരെല്ലാം വിളിച്ചു. പോലീസിനെ വിളിച്ചു. മനസ്സിലായി സുശീല മരിച്ചുവെന്ന്. ഉടൻ തന്നെ ക്രൈം സീൻ സുരക്ഷിതമാക്കി. അകത്ത് കയറുമ്പോ തന്നെ പോലീസ് കണ്ടത് സുശീലയ്ക്ക് മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ സൂചി അവിടെ തന്നെ കണ്ടെത്തി. പിന്നീട് മനസ്സിലായി അവർ കഴുത്ത് ഞെരിച്ചാണ് കൊല്ലപ്പെട്ടത് എന്ന്. വീടിനകത്ത് പോലീസ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നു. 2 ചായക്കപ്പുകൾ. സാധാരണയായി അപരിചിതർ വന്നാൽ അങ്ങനെ ചായ നൽകുന്ന പതിവൊന്നും ഇല്ല. ഇവിടെ നിന്നാണ് ഈ കേസ് മറ്റൊരു നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. പോലീസ് ഒരു കാര്യം വ്യക്തമാക്കി, സുശീലയ്ക്ക് പരിചയമുള്ള 2 പേരാണ് ഈ വീട്ടിൽ വന്നത്. അവർക്കാണ് ചായ നൽകിയത്. അവരാണ് ഈ കൊലപാതകം നടത്തി ആഭരണങ്ങൾ മോഷ്ടിച്ചത് എന്ന ദിശയിലേക്ക് അന്വേഷണം പോയി. പോലീസ് അമ്മായിയപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹം അല്പം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എനിക്കുറപ്പില്ല. അടുത്ത് പോലീസ് അയൽവാസികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ബൈക്കിൽ വന്നത് ഞങ്ങൾ കണ്ടു, പക്ഷേ മുഖം വ്യക്തമായി കാണാനായില്ല എന്ന്. ഇത് കേട്ടപ്പോൾ അമ്മായിയപ്പന്റെ മനസ്സിൽ ഒരു മുഖമാണ് വന്നത്. തന്റെ ആദ്യ മരുമകളായ റാണി. സ്വത്തിനെ ചൊല്ലി വഴക്കിട്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അവളും അവളുടെ സഹോദരനും എന്നെ ഏറെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അവരാകുമോ തന്റെ ഭാര്യയെ കൊന്നത് എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായി. തുടർന്ന് പോലീസ് റാണിയെയും സഹോദരനെയും ചോദ്യം ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. സംഭവം നടന്ന ദിവസം ഞങ്ങളെ പട്ടണത്തിലേ ഉണ്ടായിരുന്നില്ല. അവർ അത് തെളിവുകളോടുകൂടി തന്നെ തെളിയിച്ചു. അതിനാൽ റാണിയും സഹോദരനും ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. ഇനി സംശയം ആരിലേക്കാണ്? പുരുഷനും സ്ത്രീയും വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിലെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരിടത്തേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. പൂജ. അവൾ ആരാണ്? എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നത്? സന്തോഷമായുള്ള ബന്ധം, സുശീലയുമായുള്ള വൈരാഗ്യം എല്ലാം പോലീസിന് വ്യക്തമായി. പോലീസ് അവസാനം പൂജയോട് തന്നെ ചോദിച്ചു. പൂജ പറഞ്ഞത്, സർ, ഞാൻ എങ്ങനെ കൊലപാതകം ചെയ്യും? സംഭവ സമയത്ത് ഞാൻ ഇവിടെ അല്ലായിരുന്നല്ലോ, ഞാൻ ഗ്വാളിയാറിലായിരുന്നല്ലോ. പക്ഷെ ഒരു കാര്യം പോലീസിനെ സംശയത്തിലാക്കി. അമ്മായിയമ്മ മരിച്ചിട്ടു കൂടിയും പൂജ ഒരിക്കൽ പോലും ഝാൻസിയിലേക്ക് വന്നില്ല. അവസാന കർമ്മത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് സംശയം ശക്തമായി. പക്ഷേ കൊലപാതകം ചെയ്തത് ഒരു പുരുഷനും സ്ത്രീയും ആണ്. പക്ഷെ അവിടെ തന്നെ ഉത്തരം ഉണ്ടായിരുന്നു. പൂജയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, സർ, ആ ദിവസം മുഴുവനും ഞങ്ങൾ ഗ്വാളിയാറിലായിരുന്നു. പക്ഷേ സെൽഫോൺ റെക്കോർഡ്സ് മറ്റൊരു കഥയായിരുന്നു പറഞ്ഞത്. സംഭവ സമയത്ത് ഇവർ 2 പേരും സുശീലയുടെ വീടിനടുത്തുണ്ടായിരുന്നുവെന്ന് ലൊക്കേഷൻ ഡാറ്റ തെളിയിച്ചു. ഇത് നിർണായകമായൊരു തെളിവായിരുന്നു. അടുത്തതായി, ആരാണ് ഇവരെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്? അതറിയാനായി ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു. അപ്പോ വീണ്ടും സത്യം പുറത്തു വന്നു. സംഭവം നടന്ന മുഴുവൻ സമയത്തും അവർ പൂജയുമായി കണ്ടിന്യൂസ് ആയി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗ്വാളിയാറിൽ നിന്നും ഝാൻസിയിലേക്ക് പോകുന്ന സമയത്തും വീട്ടിലെത്തുന്നത് വരെ വാട്സപ്പ് മെസ്സേജുകൾ, കോൾസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകൾ വ്യക്തമായി പറയുന്നത് പദ്ധതി തയ്യാറാക്കിയത് പൂജ, കൊലപാതകം ചെയ്തത് സഹോദരിയും ഭർത്താവും. അങ്ങനെ സുശീലയെ കൊലപ്പെടുത്തിയ കേസിൽ പൂജയുടെ സഹോദരി, സഹോദരിയുടെ ഭർത്താവ് 3 പേരെയും അറസ്റ്റ് ചെയ്തു. തെളിവുകളും പ്രേരണയും എല്ലാം വ്യക്തമായതിനാൽ ഗ്വാളിയർ കോടതി ഈ 3 പേർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. ഇപ്പോ സ്ഥിതി ഇതാണ്. പൂജയും സഹോദരിയും സഹോദരി ഭർത്താവും ജയിലിൽ. സന്തോഷ് പൂജയുടെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. അവൻ അച്ഛനോടൊപ്പവും വേർപിരിഞ്ഞ് താമസിക്കുന്ന റാണിയോടൊപ്പവും വീണ്ടും കുടുംബജീവിതം ആരംഭിച്ചു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചൊല്ലാണ്, ആദ്യ പടി പിഴച്ചാൽ പിന്നെ എല്ലാം പിഴയും.
പൂജയുടെ ജീവിതവും അങ്ങനെയാണ്. ചിലർക്ക് ജീവിതം നശിപ്പിക്കാൻ വേറെ ആരുടെയും സഹായം ഒന്നും വേണ്ട, അവർ തന്നെ മതിയാകും. പൂജ അങ്ങനെ ഒരു വ്യക്തിയാണ്. വിവാഹത്തിന് ശേഷം ഭർത്താവും ഭാര്യയ്ക്കും വ്യത്യസ്ത പ്രതീക്ഷകളായിരിക്കും. ചിലവ്, ജീവിതശൈലി, ഇതൊക്കെ സാധാരണ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു സാധാരണ സ്ത്രീ ഇവയ്ക്കുള്ള പരിഹാരമായി ഭർത്താവിനെ കൊല്ലാൻ ഒരിക്കലും ചിന്തിക്കില്ല. അവിടെയാണ് ഈ പൂജ മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്. ആദ്യ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു, പിന്നീട് മറ്റൊരു ബന്ധം, അയാളും ദുരൂഹമായ രീതിയിൽ മരിച്ചു. അത് അപകടമാണോ കൊലപാതകമാണോ അത് ഇന്നും തെളിയിക്കാനായിട്ടില്ല. തെളിയിക്കാൻ ആരും ബാക്കിയുമില്ല. പൂജയ്ക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാം അവസാനിപ്പിക്കാമായിരുന്നു, അവൾ ചെയ്തില്ല. മറ്റൊരു കുടുംബജീവിതം തകർത്തു. ഭർത്താവിന്റെ സഹോദരനുമായി ഒരു ബന്ധമുണ്ടാക്കി, അതിലൂടെ ഒരു കുഞ്ഞ്. അവിടെയും അവൾ അവസാനിപ്പിച്ചില്ല. സ്വത്ത് നേടാനായി സ്വന്തം അമ്മായിയമ്മയെ കൊല്ലാൻ പദ്ധതിയിട്ടു. അതിലും ഭീകരം, സ്വന്തം സഹോദരിക്ക് പണത്തിന്റെ ഒരു മോഹം കാട്ടി കൊലപാതകത്തിലേക്ക് വലിച്ചിഴച്ചു. ഇന്ന് ആ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ജീവിതകാലം മുഴുവനും ജയിലിലാണ്. ഇതാണ് ഈ കേസിന്റെ അവസാന സത്യം. ഒരു സ്ത്രീയുടെ തെറ്റായ തീരുമാനങ്ങൾ എത്ര പേരുടെ ജീവിതം നശിപ്പിക്കുന്നുവെന്ന് ഈ ഒരു കേസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സ്ത്രീയുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ അവൾ സ്വന്തം ജീവിതം മാത്രമല്ല മറ്റു പലരുടെയും ജീവിതം പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ മനസ്സ് ഇങ്ങനെ ആയത്? ഉത്തരം ഒറ്റ വാക്കിൽ തന്നെ പറയാം. അതിര് കടന്ന ഒരു ആസക്തി, അല്ലെങ്കിൽ അതിര് കടന്ന ഒരു അത്യാഗ്രഹം. പ്രവർത്തിക്കാതെ, കഷ്ടപ്പെടാതെ പണം ലഭിക്കണമെന്ന ഒരു മോഹം, അതോടൊപ്പം ഷോർട്ട് കട്ടിലൂടെ എല്ലാം നേടണം എന്ന ഒരു അപകടകരമായ ചിന്ത. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് ഏറ്റവും അപകടകരമായ ഒരു മിക്സറായി മാറും. ഒരു ഓഫീസിൽ പ്രൊമോഷൻ കിട്ടാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട് എടുക്കുന്നത് ഒരു വശത്ത്, പക്ഷേ 10 കോടി രൂപ കവർന്നെടുക്കാൻ ഷോർട്ട് കട്ട് തേടുന്നത് മറ്റൊരു വഴിയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എത്ര ദൂരം വരെയും പോകും? പൂജ അതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഒരു സ്ത്രീ എങ്ങനെ ആകാൻ പാടില്ല, എത്രത്തോളം ലോഭി ആകരുത്, ഏതൊക്കെ കാര്യങ്ങളിൽ ഷോർട്ട് കട്ട് എടുക്കരുത്, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ജീവനുള്ള ഉദാഹരണമാണ് പൂജയുടെ ജീവിതം. ഇവിടെ ഷോർട്ട് കട്ട് എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയണം. ലോകം അറിയുന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ 2013 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും അവസാനം വിരമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയ ഒരൊറ്റ ഉപദേശം ഇതായിരുന്നു: ജീവിതത്തിൽ എല്ലാറ്റിനും കഷ്ടപ്പെടണം, പക്ഷെ ഒരിക്കലും ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കരുത്. ഇത് തന്നെയാണ് സച്ചിൻ ഇന്ന് വരെയും പിന്തുടരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ഇത്രയും ദീർഘകാലം വിജയകരമായത്. ഷോർട്ട് കട്ട് എടുത്തിരുന്നെങ്കിൽ ഇത്ര വലിയ വിജയം ഉണ്ടാകുമായിരുന്നോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഏത് മേഖലയിലും ഷോർട്ട് കട്ട് ഉണ്ട്. അത് എടുക്കുമ്പോൾ പെട്ടെന്ന് ഉയരും, പക്ഷേ സ്ഥിരതയും ഒരു വിശ്വാസ്യതയും നീണ്ടു നിൽക്കില്ല. ഷോർട്ട് കട്ട് എടുത്താൽ വിജയം വരും, പക്ഷേ ദീർഘകാലം അത് നിലനിൽക്കില്ല. പൂജയെ പോലെ തെറ്റായ വഴിയിലേക്ക് തിരിയാതെ ഷോർട്ട് കട്ടുകൾ ഒഴിവാക്കി സത്യസന്ധമായി കഷ്ടപ്പെട്ടാൽ ഒരു ദിവസം വിജയം ഉറപ്പായും വരും. അത് വരികയാണെങ്കിൽ അത് നമ്മളോടൊപ്പം ദീർഘകാലം തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇത് വളരെ വലിയൊരു കേസാണ്. മാക്സിമം ഞാൻ ചുരുക്കിയിട്ടും ഇത്രയും ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും റിപ്പീറ്റേഷൻസ് ഒന്നും കൂടാതെ നിങ്ങൾക്ക് വളരെ ക്ലിയറായി വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, വീഡിയോ ഇങ്ങനെ ആയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് കുറയ്ക്കാം, അല്ലെങ്കിൽ ലെങ്ത് കൂട്ടാം, നിങ്ങൾക്കുള്ള ചില സജഷൻസ് എല്ലാം കമന്റിൽ പറയാം. വരും ദിവസങ്ങൾ നമുക്കതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അവസാനമായി പോകുന്നതിന് മുൻപ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇപ്പോഴും കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്തിട്ടില്ല, ഒരു ലൈക്ക് തരികയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ആ ഒരു ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.